ഗ്രൂപ്പില്ല എന്നൊക്കെ പറയും. ഗ്രൂപ്പുകൾക്ക് അതീതമാണ് പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ചത്, അതിന്റെ മാനദണ്ഡം കഴിവ് മാത്രമാണ് എന്നൊക്കെ പറയാം. ശരിയാ, ഇവരാരും കഴിവില്ലാത്തവരല്ല, കഴിവ് ഒരു മാനദണ്ഡം തന്നെയാണ്. പക്ഷേ KPCC പ്രസിഡന്റായി നിയോഗിക്കപ്പെടുന്നതിന് എല്ലാ യോഗ്യതകളും ഉണ്ടായിരുന്ന, വളരെ സീനിയറായ, ഇപ്പോഴത്തെ പലരെക്കാളും സീനിയറായ, ഏതാണ്ട് ഒരു നല്ല ശതമാനം ആളുകൾക്കും സ്വീകാര്യനായ, കേരളം മുഴുവൻ അറിയപ്പെടുന്ന, അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടാൽ ആർക്കും മനസ്സിലാകാതിരിക്കില്ല, ബെന്നി ബെഹ്നാൻ എന്ന അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുക പോലും ചെയ്യാതിരുന്നതും, അദ്ദേഹത്തെ നിയമിക്കണമെന്നല്ല പറയുന്നത്, ചർച്ചകളിൽ പോലും ആ പേര് വരാതിരിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിച്ചു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ പരിഗണിക്കാതിരുന്നതും, UDFന്റെ കൺവീനറായിരുന്ന MM ഹസനെ രായ്ക്ക് രാമാനം പിടിച്ചിറക്കി വിട്ടതും, ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഗ്രൂപ്പില്ല എന്ന് പറയുമെങ്കിലും പണ്ട് ഗ്രൂപ്പിലുണ്ടായിരുന്ന ചില ആളുകളെ തെരഞ്ഞു പിടിച്ചവരെ ഇല്ലാതാക്കാൻ, അങ്ങനെ ആ ഗ്രൂപ്പിന്റെ വേരുകൾ അറക്കാനുള്ള ശ്രമമാണോ നടന്നതെന്ന് വേണമെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചിന്തിക്കാം.